എല്ലാവർക്കും ഫിലിം സോങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തത് മാണിക്യ വീണയുമായിരുന്നു. ശങ്കരാഭരണൻ രാഗം. അനുപല്ലവി എടുക്കാം, ആരോഹണം പാടാം. അഭിപ്രായങ്ങളുണ്ട്. വളരെ പതുക്കെ എടുത്തു തരണം മാഷെ, സ്വരങ്ങൾ മനസ്സിലാകുന്നില്ല, അപ്പോൾ കുറേശ്ശെ സ്വരം പാടുക, വേഡ്സ് പാടുക, അങ്ങനെ സ്വരം സാഹിത്യമായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ. പതുക്കെ എടുക്കാം. പാട്ടിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പാടാം. പാട്ടിൻ്റെ കൂടെ പെട്ടെന്ന് കറക്റ്റ് സ്പീഡിൽ പാടുമ്പോൾ പ്രയാസമായിരിക്കും. ശരിയാണ്. അഭിപ്രായങ്ങൾ മാനിക്കണം, ബഹുമാനിക്കണം 100%. അപ്പം നോക്കാം. അനുപല്ലവി ആരോഹണം അവരോണം പാടാം. ശങ്കരാഭരണ രാഗാണ്. വലിയ നീ, വലിയ ഘ, ചെറിയ മ, വലിയ ധ, വലിയ നീ. ഓക്കെ, ഇത് 2 ശ്രുതിയിലാണ് വായിക്കുന്നത്. ശരിക്കും 3-ലാണുള്ളത്. 3-ലും 4-ലും ഒക്കെ പാടുന്നുണ്ട്. ഓക്കെ, കുറേശ്ശെ പാടാം. എൻ മുഖം, അവിടെ സാഗപസ സാഗപസ. എൻ മുഖം കാണുമ്പോൾ അവിടെ സാഗപമ സാഗപമ കാണുമ്പോൾ. അടുത്തത് നിൻ കൺ മാപദമ നിൻ കൺ മാപദമ നിൻ കൺ മുനകളിൽ മാമപദ മുനകളിൽ മാമപദ മുനകളിൽ എന്തിത്ര ദസനീപ എന്തിത്ര ദസനീപ കോപത്തിൻ ദാപമ. അവിടെ ദാ 2 ഡാഷ്, പ 2 ഡാഷ്, മ 1 ഡാഷ്, അങ്ങനെയാണ് 8 വരുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് ധാ ഡാഷ് പാ ഡാഷ് അങ്ങനെയല്ല. അപ്പം ദാപമ ദാപമ കണ്ടോ? അപ്പം കോപത്തിൻ ദാപമ സിന്ദൂരം. അവിടെ പാപദ പാ, ഇതാണ് കറക്റ്റ്. സിന്ദൂരം പാപദ പാ. ഓക്കെ, അടുത്ത എന്നടുത്തെത്തുമ്പോൾ മാപദ പമഗരി മാപദ പമഗരി. എന്നടുത്തെത്തുമ്പോൾ അതെ എന്ത് ചോദിക്കലും രീഗമഗ സസനിപ. എന്ത് ചോദിക്കലിന്? രീഗമഗ സസനിപ. എന്ത് ചോദിക്കലും. ഓക്കെ, എന്തിനാ അവിടെ പാദദാപ എന്തിനാ പാദദാപ എന്തിനാ നെന്തിനാ. അപ്പം പാഗഗാസ പാഗഗാസ നെന്തിനാ നീ മൗനം സരിരി സസ. മനസ്സിലായോ? നീ മൗനം സരിരി സസ. ഓക്കെ, ഇത് വേണം. ചെറിയൊരു ടെക്നിക്കുകളൊക്കെ ഞാൻ മെല്ലെ പാടി കാണിച്ചുതരാം. ഇവിടെ എൻ്റെ അടുത്ത് എത്തുമ്പോൾ നോക്കിയിട്ട്. എന്നടുത്തെത്തുമ്പോൾ അവിടെ മാപദ പ ഡബിൾ ടച്ച് ചെയ്യാം. പമാദപാനിദാനിപ മാപദ പ. അവിടെ പമാദപാനിദാനിപ മാഗരി പമാമഗ മഗരി. കണ്ടോ? മാഗരി പമാമഗ മഗരി രീഗമഗ എന്ത് ചോ രീഗമഗ ഗരി മഗ പമാമഗ. കണ്ടോ? ഗരി മഗ പമാമഗ. ദിക്കേലും സസനിപ രിസ രിസ സനീനിപ രിസ രിസ സനീനിപ രിസ 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 സനീനിപ. ചോട്ടിൽ കുത്തും ഉണ്ടാവും ഇതിനൊക്കെ, നീക്കും ബാക്കിയൊക്കെ. മനസ്സിലായോ? എന്ത് ചോദിക്കലും. നിങ്ങളോടത് പറഞ്ഞു തരുമെങ്കിൽ ഇത് വിട്ടുപോയി എവിടെ പാടിയെന്ന്. ഇനി എന്തിനാ അങ്ങനല്ലേ വരുന്നില്ലേ? അതന്നെയല്ലേ. എന്നടുത്തെത്തുമ്പോൾ മാപദ പമ
ഗരി ശരി രേ ഗ മ ഗ സ സ നി പ ഗരി മഗ പ മ മഗ രി സ സ നി നി പ അങ്ങനെയാണ് പാ ദ ദ പ അതിന് പാ സ ദ സ ദ ദ പ കണ്ടോ പാ ദപ എന്ന് വരമാണ് ദപ ദപ ആദ്യ ദപ 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 സ ദ സ ദ ദപ ദപ സ ദ സ ദ ദപ ദപ ഗ ഗരി പാ ഗ ഗരി അല്ല പാ ഗ ഗ സ അതിനാണ് എന്തിനാണെന്തിനാ അവിടെ പാ ഗ ഗ സ പാ ദ ദ പ അത് ആദ്യത്തത് എന്തിനാ അടുത്തത് എന്തിനാ പാ ഗ ഗ സ അവിടെ ദ പാ മഗ മഗ ഗ സ ദ പാ മഗ മഗ ഗ സ ഭയങ്കര സ്വരാണത് ദ പാ മഗ മഗ ദ പാ മഗ മഗ ഗ സ ദ പാ മഗ മഗ ഗ സ ദ പ മ ദ ദ പ ദ പ ദ പ പാ മഗ മഗ ഗ സ മനസ്സിലായോ ദ പ ദ പ ദ പാ മഗ മഗ ഗ സ എന്തിനാ ദ പാ മഗ മഗ ഗ സ എന്തിനാ ദ പാ മഗ മഗ ഗ സ നീ മൗനം സരി രി സ സ അത് രി സ മഗ രി സ രി രി സ ഗരി ഗരി രി സ സ രി സ ഗരി ഗരി രി സ സ അങ്ങനെ ചെയ്യാം രി സ രി സ സ ഗരി ഗരി രി സ സ രി സ ഗരി രി രി സ ഗരി ഗരി രി സ സ സ രി രി സ സ രി സ ഗരി ഗരി രി സ സ രി സ ഗരി ഗരി രി സ സ രി സ ഗരി ഗരി രി സ സ പിന്നെ വേണമെങ്കിൽ വൈതാ അത്രയും മതി അത്രയും മതി ഇത്രയും നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് സന്തോഷത്തോടെ പഠിക്കുക ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് പാട്ടിലൂടെ കിട്ടും 100% കിട്ടും പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും സന്തോഷം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം നന്നാവണം അല്ലാതെ ഒരുപാട് പാട്ട് പഠിച്ച് നമ്മൾ ഒരുപാട് പാട്ടൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പാട്ടൊക്കെ പഠിച്ചുകൊണ്ട് എന്ത് ജോലിയിലും നമ്മളെ കർമ്മം മൊത്തത്തിൽ കർമ്മം നേരെയായാൽ മതി വേറെ ഒന്നും വേണ്ട കർമ്മം നേരെ അതായത് ഇപ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യമാണ് സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സന്തോഷം കിട്ടണമെങ്കിൽ ഒരുപാട് ബാങ്കിൽ പൈസ കൂട്ടിയപ്പോൾ സന്തോഷം കിട്ടുമോ വെറുതെ വിചാരിക്കുക വലിയ കാറ് ഒരുപാട് വലിയ ബംഗ്ലാവും ഇങ്ങനെയെല്ലാം നമുക്കുണ്ട് നമുക്കെല്ലാം ഉണ്ട് സന്തോഷം കിട്ടൂല വെറുതെ വിചാരിക്കുക സന്തോഷം കിട്ടണമെങ്കിൽ ഹാസന്റെ നിലയിൽ കിടക്കുന്ന കുറേ പാവങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു 10 ഉറുപ്പ്യക്ക് വേണ്ടി അലയാണ് അവരെ കയ്യിൽ ഒരു 10 ഉറുപ്പ്യ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ എന്താ അവരെ കണ്ണിൽ വിരിയുന്ന ആ ഒരു സന്തോഷമാണ് നമ്മളെ സന്തോഷം മനസ്സിലായോ അതുപോലെ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പോയി സന്ദർശിച്ച് അവരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഉള്ളതിൽ എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കുക അത് കൊടുക്കുമ്പോൾ അവരെ കണ്ണിൽ വിരിയുന്ന അവരോട് ഒരു പ്രാർത്ഥനയും നമുക്ക് ഭയങ്കര ദൈവത്തിന് നമുക്ക് അത്രയും തരും ദൈവം നമുക്ക് അങ്ങനെ ഓരോരോ കർമ്മം ചെയ്യുമ്പോൾ ദൈവത്തിന് പോലും നോക്കി നിൽക്കാൻ പറ്റൂല നമുക്ക് ചിലപ്പം ഒരുപാട് പ്രയാസം വരേണ്ട ചില സന്ദർഭങ്ങൾ പോലും ദൈവം തട്ടി മാറ്റും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യണം നമ്മൾ ഉള്ളത് കൊണ്ട് അപ്പം അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ ഓരോരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ മതി അത് ഞാൻ ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും കൊടുക്കരുത് ഞെക്കി പഴുപ്പിച്ച പഴത്തിന് ഒരിക്കലും സ്വാദ് ഉണ്ടാവില്ല അത് 100% തനിയെ പഴുത്താലേ ഉള്ളൂ അതിൻ്റെ സ്വാദ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുള്ളത് കൊടുത്തിട്ട് നൽകുക ആ ഞാൻ പറഞ്ഞല്ലോ ഒഴിഞ്ഞ പാത്രത്തിലെ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം 100% നമ്മൾ ഒരു ജന്മം ഇത് കഴിഞ്ഞാലും ഒരു നാണയത്തിന് 2 വശമാണ് ഇത് കഴിഞ്ഞാലും എന്തായാലും നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ദൈവം വെച്ചിട്ടുണ്ടാകും അവിടെയെങ്കിലും നമുക്ക് നല്ല സുഖത്തിൽ ജീവിക്കണ്ടേ അപ്പം എല്ലാവരും ഉള്ളത് പങ്കുവെച്ച് ജീവിക്കുക എന്തും കഴിവ് പാട്ടാണ് ഞാൻ ഇപ്പോൾ പാട്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നത് പൈസ കൊണ്ടും ചെയ്യുന്നുണ്ട് ശരീരം കൊണ്ടും ചെയ്യുന്നുണ്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് പൈസ കൊണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് ചെയ്തേ പറ്റൂ എന്നാലേ ജീവിതം വിജയിക്കൂ എല്ലാത്തിലും നമുക്കൊരു ശാന്തിയും സമാധാനവും ഓട്ടോമാറ്റിക്കലായിട്ട് വരും അല്ലെങ്കിൽ അത് വരില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഉണ്ടാകുക ഓക്കെ ഇത്രയും പറഞ്ഞ് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞ് കൂടുതലാണ് ഓക്കെ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ ശരി